ഗാന്ധി അംബേദ്കർ സമന്വയം സാധ്യമാകുമോ എന്ന ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപക്ഷെ 1930 മുതൽ ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ശക്തമാകുന്ന കാലത്ത് തന്നെ അംബേദ്കറുടെ ചിന്തകളും അംബേദ്കറുടെ ആശയങ്ങളും ഇന്ത്യൻ ദൈക്ഷണിക മണ്ഡലത്തിൽ വളരെ ശക്തമായി നിലനിന്നിരുന്നു. പക്ഷേ ആദ്യകാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ദൃശ്യത അംബേദ്കർ ആശയലോകത്തിന് ലഭ്യമായിരുന്നില്ല. പ്രധാനമായിട്ടും അന്ന് ഗാന്ധിസത്തെക്കുറിച്ചും നെഹ്റുയിസത്തെക്കുറിച്ചും മാർക്സിസത്തെക്കുറിച്ചുമുള്ള ആലോചനകളായിരുന്നു മുഖ്യധാര ദൈക്ഷണിക ലോകത്ത് നടന്നിരുന്നത്. പക്ഷേ 80കൾക്ക് ശേഷം അംബേദ്കർ കൃതികളുടെ പുനർവായനകളും ദളിത് ബഹുജൻ സമൂഹങ്ങളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പുതിയ സാമൂഹിക സാഹചര്യത്തെ വിശകലനം ചെയ്യാനുള്ള വലിയ സങ്കല്പനങ്ങൾ അംബേദ്കറുടെ ആശയലോകത്തിൽ നിന്ന് വികസിപ്പിച്ചെടുക്കാറായി. മാർക്സും അംബേദ്കറും തമ്മിലും മാർക്സും ഗാന്ധിയും തമ്മിലുള്ള സമന്വയങ്ങൾ അല്ലെങ്കിൽ ഒത്തുചേർന്നുള്ള സമര രീതികൾ സാധ്യമാകുമോ എന്നുള്ള ആലോചന പല തലങ്ങളിൽ, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, കേരളത്തിലും നടക്കുന്നുണ്ട്. മാർക്സും അംബേദ്കറും യോജിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി വിപുലമായ തരത്തിൽ അടിസ്ഥാന ജനതകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നുള്ള തരത്തിലുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ആനന്ദ് തെന്തുൽക്കറുടെയൊക്കെ ആശയലോകം ഈ വിള്ളലുകൾ പരിഹരിക്കാനുള്ള ആലോചനകൾ ഇന്ന് രൂപപ്പെടുന്നതാണ്. എന്നാൽ അനികേത് ജാഗരയെ പോലെയും ഗോപാൽ ഗുരുവിനെ പോലെയുള്ള ആളുകൾ ഒരുപക്ഷെ 80കൾക്ക് ശേഷം 90കളിലും ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും നടത്തിയിട്ടുള്ള പഠനങ്ങളും ആലോചനകളും ഒരുപക്ഷെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തെ വിലയിരുത്താനുള്ള ഏറ്റവും വലിയൊരു ചിന്താ പദ്ധതിയായിട്ട് അംബേദ്കർ ആശയലോകത്തെ തിരിച്ചറിയുന്നതാണ്. അംബേദ്കർ ആവട്ടെ, ഗാന്ധി ആകട്ടെ, മാർക്സ് ആകട്ടെ, വ്യത്യസ്ത ജ്ഞാനശാസ്ത്ര പാരമ്പര്യങ്ങളുള്ളവരും വ്യത്യസ്ത കാറ്റഗറികളിൽ വ്യത്യസ്ത സങ്കല്പനങ്ങളിൽ നിന്നിട്ട് സമൂഹത്തെ വിശകലനം ചെയ്യാൻ ടൂളുകൾ വികസിപ്പിച്ച ആളുകളുമാണ്. ഇവർ തമ്മിൽ കൂട്ടിയോജിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഓരോ സാഹചര്യത്തിലും ഈ 3 പേർക്കും അവരുടേതായ ചരിത്ര സാഹചര്യങ്ങളുടെ സാധ്യതകളുണ്ടായിരുന്നു. ആ ചരിത്ര സാഹചര്യങ്ങളെ മറികടന്നിട്ടുള്ള വികാസത്തിൻ്റെതായ മറ്റൊരു തലവും കൂടി അവരുടെ ചിന്താലോകത്ത് കാണാൻ പറ്റും. ഈ ഒരു ആശയ ലോകത്തിൽ നിന്നിട്ട് അംബേദ്കർ ചിന്തയെ മുൻനിർത്തി ഗാന്ധിയെയും മാർക്സിനെയും ഒക്കെ പുനർവായിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഈ സെഷൻ നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക ജനാധിപത്യം, സാമൂഹികമായ അന്തസ്, ഗോപാൽ ഗുരുവിൻ്റെ വാക്കാണെങ്കിൽ ഡിഗ്നിറ്റി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ലിബറൽ വ്യക്തിവാദത്തിൻ്റെയും ലിബറൽ ആശയലോകത്തിൻ്റെയും വിശാലമായ അർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു ചിന്താമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറ്റവും വിപുലപ്പെടുത്താനുള്ള ആശയലോകം അംബേദ്കറുടെ ചിന്തകൾ തരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അംബേദ്കറെയും ഗാന്ധിയെയും പുനർവായിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ അവരുടെ സമന്വയം സാധ്യമാണോ എന്നുള്ള ആലോചന നടത്തുന്നത്. ഈ സമന്വയം ഏതർത്ഥത്തിലൊക്കെ മുന്നോട്ട് പോകാം. അങ്ങനെ വ്യത്യസ്ത ജ്ഞാനശാസ്ത്ര പാരമ്പര്യങ്ങളുള്ള രണ്ടാളുകൾ ഈ അടിസ്ഥാന ജനതകളുടെ രണ്ട് ജ്ഞാനശാസ്ത്ര പാരമ്പര്യങ്ങളിലും 2 രീതിയിൽ നിർവചിക്കപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ പര്യാപ്തമാകുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയവും നമ്മുടെ മുമ്പിലുണ്ട്. അത് പൊരുത്തപ്പെട്ടില്ലെങ്കിലും ഒന്നിച്ചു പോകാവുന്ന തലങ്ങളോ യോജിച്ച് നിൽക്കാവുന്ന തലങ്ങളോ ഉണ്ടെന്നുള്ള ആലോചനകളും നമുക്ക് നടത്താൻ പറ്റും. ഞാനേതായാലും ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നത് ജെ രഘുവിനെയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ഒരു ക്രിട്ടിക്ക് രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ജെ രഘു. അദ്ദേഹത്തിൻ്റെ ഹിന്ദു കൊളോണിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളിലേക്ക് വിമർശനം നമുക്ക് പരിചയമുണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു തിങ്കറാണ് ജെ രഘു. അദ്ദേഹം ഈ ക്യാമ്പസിലേക്ക് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ബാബുരാജ് സാർ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നു. ഈ ചർച്ച തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ വിഷയത്തിലേക്ക് ഞാൻ നേരെ കടക്കുകയാണ്. അംബേദ്കറെയും ഗാന്ധിയെയും അല്ലെങ്കിൽ അംബേദ്കറുടെ ആശയലോകത്തെയും ഗാന്ധിസത്തെയും തമ്മിൽ സമന്വയിപ്പിക്കാൻ കഴിയുമോ എന്നൊരു വ്യാജ ചർച്ച കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിന് പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 4 പോയിന്റുകളെ ആസ്പദമാക്കി ആണ് ഞാനിത് ഈ സമന്വയവാദത്തിനെതിരായ എൻ്റെ വാദങ്ങൾ നിരത്തുന്നത്. ഒന്ന്, എന്താണ് രാഷ്ട്രീയം, പൊളിറ്റിക്സ്. 2, ആധുനികതയോടുള്ള 2 പേരുടെയും സമീപനം.
3 ഗാന്ധിയുടെ അഹിംസയും ഹിംസയും തമ്മിലുള്ള അന്തരങ്ങൾ. 4 ജാതി വർണ്ണ വ്യവസ്ഥയോട് അംബേദ്കറും ഗാന്ധിയും ജീവിതകാലത്തുടനീളം സ്വീകരിച്ചിരുന്ന എഴുത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വീകരിച്ചിരുന്ന നിലപാടുകൾ. ഒന്നാമത്തേത് പൊളിറ്റിക്സ്. ഇന്ന് നാം മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള പൊളിറ്റിക്സ് യഥാർത്ഥത്തിൽ 18ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ മാത്രമുണ്ടായ ഒരു കാര്യമാണ്. അതിനു മുൻപ് ലോകത്തെവിടെയും ഇന്ന് നാം മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആവിർഭവിച്ചിരുന്നില്ല. അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് എന്ന പേരിൽ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് എലൈറ്റിൻ്റെ വോട്ടവകാശവും വിദേശികൾക്കും സ്ത്രീകൾക്കും അടിമകൾക്കും തുല്യാവകാശവും നീതിയും സ്വാതന്ത്ര്യവും നിരാകരിക്കുന്നതുമായ ഒരു വരേണ്യ സങ്കല്പമാണ് അരിസ്റ്റോട്ടിലിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നാം മനസ്സിലാക്കുന്ന ജനകീയ പൊളിറ്റിക്സ് ജനിച്ചു വീഴുന്നത് തന്നെ 1789 ജൂലൈ 14 ഈ ദിവസമാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. അവിടുത്തെ 3 എസ്റ്റേറ്റുകളുണ്ടായിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ, അന്നത്തെ ജനസംഖ്യയിൽ 1/2%. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജാക്കന്മാരും പ്രഭുക്കളും ഫ്യൂഡലിസ്റ്റുകളും അടങ്ങുന്ന സെക്കൻഡ് എസ്റ്റേറ്റ്, അവരുടെ അന്നത്തെ ജനസംഖ്യ 1.5%. ബാക്കി 98% കർഷകരെയും തൊഴിലാളികളെയും ജനങ്ങളെയും സ്ത്രീകളെയും എല്ലാം കൂടി ചേർത്ത് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തേർഡ് എസ്റ്റേറ്റ് 1ഉം 2ഉം എസ്റ്റേറ്റുകളെ നിഷ്കാസിതം ചെയ്തുകൊണ്ട് ഒരു ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഉണ്ടാക്കുകയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് 3 മുദ്രാവാക്യങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി പൊതുമണ്ഡലത്തിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു. അതിനു മുമ്പ് ലോകത്തെവിടെയും സ്വാതന്ത്ര്യത്തെ പറ്റിയ സങ്കല്പമില്ല. സമത്വത്തെപ്പറ്റി സങ്കല്പം, മനുഷ്യൻ സമരാണ്, തുല്യരാണ് എന്ന സങ്കല്പം പ്രാചീന ഗ്രീസിലോ ബാബിലോണിയയിലോ അല്ലെങ്കിൽ മധ്യകാല യൂറോപ്പിലോ മറ്റൊരു രാജ്യത്തും മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒരു ആശയം നിലനിന്നിട്ടില്ല, രൂപം കൊണ്ടിരുന്നില്ല. ഫ്രഞ്ച് വിപ്ലവമാണ് മനുഷ്യന് സ്വതന്ത്രരാണ്, മനുഷ്യരെല്ലാവരും തുല്യരാണ്, അവരുടെ ഇടയിൽ ബ്രദർഹുഡ് വേണം എന്ന 3 മുദ്രാവാക്യങ്ങൾ ചരിത്രത്തിലാദ്യമായി പരസ്യവേദി പബ്ലിക് ഡൊമൈനിലേക്ക് വിക്ഷേപിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. അന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത 12 പേരിൽ ഒരാളായിരുന്ന അബേ സെയ്സ് എന്ന് പറയുന്ന ആൾ ഒരു ചെറു പുസ്തകം എഴുതി, വാട്ട് ഈസ് ദ തേർഡ് എസ്റ്റേറ്റ്, എന്താണ് തേർഡ് എസ്റ്റേറ്റ്, അല്ലെങ്കിൽ എന്താണ് ജനത, പൊതുജനം, ബഹുജനം എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്. അദ്ദേഹം പറഞ്ഞു, ബഹുജനം എന്നത് ഫ്രാൻസിന് ചരിത്രത്തിൽ ഇതുവരെ നത്തിങ് ആയിരുന്നു, അവർക്കൊന്നുമില്ലായിരുന്നു, സമ്പത്തില്ലായിരുന്നു, അധികാരമില്ലായിരുന്നു, സ്വാതന്ത്ര്യമില്ലായിരുന്നു. പക്ഷേ ആ ബഹുജനത്തെ, ആ തേർഡ് എസ്റ്റേറ്റിനെ എവരിതിങ് ആക്കുന്ന, ആ തേർഡ് എസ്റ്റേറ്റിനെ ഫ്രഞ്ച് ചരിത്രത്തിൽ സർവ്വതുമാക്കുന്ന രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ പ്രക്രിയയാണ് പൊളിറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയുടെ കോണ്ടക്സ്റ്റിൽ ഇത് നോക്കുമ്പോൾ ഇന്ത്യയിലെ 90% വരുന്ന ദളിത് ബഹുജൻ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വിമോചന അഭിലാഷങ്ങൾക്ക് വേണ്ടി ഉള്ള ചിന്തയും പ്രവൃത്തിയുമാണ് ഇന്ത്യയിൽ പൊളിറ്റിക്സ് എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ബാക്കി എല്ലാ വിചാരങ്ങളും പ്രവൃത്തികളും പ്രതിലോമതയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും വിവേകാനന്ദനും ബാലഗംഗാധര തിലകനും ഒക്കെ ആവിഷ്കരിച്ചു കൊണ്ടിരുന്ന ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, ബ്രിട്ടീഷ് വിരുദ്ധതയുടെ പേരിൽ, കൊളോണിയൽ വിരുദ്ധതയുടെ പേരിൽ ഇവർ ആവിഷ്കരിച്ചിരുന്ന പ്രതിലോമ രാഷ്ട്രീയത്തെ പക്ഷേ ഗാന്ധി അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയായിരുന്നില്ല. ഈ പൂർവഗാമികൾ ആവിഷ്കരിച്ച പ്രതിലോമ രാഷ്ട്രീയത്തെ ഗാന്ധി ദൈവശാസ്ത്രവൽക്കരിച്ചു, തിയോളജൈസ് ചെയ്തു. അങ്ങനെ തിയോളജിക്കൽ ആൻറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന അതിപ്രാകൃതവും പ്രതിലോമകരവുമായ പുതിയൊരു യുഗത്തിന് ഗാന്ധി ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. ഗാന്ധിയുടെ ഈ പി.കെ. ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്, ഇന്ന് ഗാന്ധി വിമർശനമൊക്കെ ആരംഭിക്കുന്നതിന് ഏറ്റവും മുമ്പ് 80കളിൽ തന്നെ ഈ പകുതി വസ്ത്രം ഉപേക്ഷിച്ച് തൻ്റെ ഗ്രാമീണ ദരിദ്ര കർഷകൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർ വിചാരിക്കും ഗാന്ധിയെ കാണുമ്പോൾ നമ്മളുടെ ഒരാളാണെന്ന്. എന്നാൽ ഇതേ ദളിത് ഗ്രാമീണൻ പോലും ഗാന്ധിയെയും അംബേദ്കറെയും തൊട്ടടുത്ത് കണ്ടാൽ ഗാന്ധിയോട് താതാത്മ്യപ്പെടുകയും അംബേദ്കറിൽ നിന്ന് അകലുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ വേഷം, അദ്ദേഹത്തിൻ്റെ രീതി, കാരണം അദ്ദേഹം ആധുനികനാണ്. ഒരു നാടകവും ഒരു കാപഡ്യവും അദ്ദേഹത്തിനില്ലായിരുന്നു. ഗാന്ധിയുടെ ഏറ്റവും വലിയ കാപഡ്യം എന്നത്, നിങ്ങൾ അദ്ദേഹം ബ്രിട്ടനിൽ പഠിക്കുമ്പോൾ, ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വേഷം നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കറേക്കാൾ
വൈദേശിക യൂറോപ്യൻ രീതിയിലുള്ള വേഷമാണ് ധരിച്ചിരുന്നത്. ഇന്ത്യയിൽ വന്നപ്പോൾ അർത്ഥനഗ്നതയുടെ പ്രതീകമായി മാറുകയും ഒരു വടിയൂന്തി ഗ്രാമീണരിലേക്ക് ചെല്ലുമ്പോൾ ഗ്രാമീണർ അദ്ദേഹവുമായി താതാത്മ്യപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഏറ്റവും അതിസമർത്ഥവും കൗശലം നിറഞ്ഞതുമായ ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു ഈ ഗാന്ധിയുടെ ഈ വേഷ പകർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ഗാന്ധി ഇവരിൽ വലിയ മഹാത്മാവിൻ്റെ അല്ലെങ്കിൽ സെയിൻറ്റിൻ്റെ ഇമേജ്, കാണപ്പെട്ട ദൈവമായി മാറി, വളരെ പെട്ടെന്ന് മാറി. അതിൻ്റെ ഫലം ഇന്ത്യൻ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ജാതി, മതം, വർഗീയത, മിശ്രഭോജനം, തൊട്ടുകൂടായ്മ, മിശ്രവിവാഹം എന്നിങ്ങനെ സൂര്യന് കീഴിലുള്ള സകല കാര്യങ്ങളെയും നിർവചിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്ന അന്തിമമായ മാനദണ്ഡത്തിൻ്റെ ഒരു പ്രതിച്ഛായയിലേക്ക് ഗാന്ധിയുടെ ആശയങ്ങൾ മാറുകയുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഗാന്ധി എന്തിനെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതിനെ വിമർശിക്കുന്നവർക്ക് സ്വയം ന്യായീകരിക്കേണ്ടതായി വന്നു. കാരണം ഗാന്ധി ആണ് പറഞ്ഞിരിക്കുന്നത് പരമസത്യമാണ്. ഗാന്ധി പറഞ്ഞു, ജാതി എന്നത് ന്യൂട്ടൻ ആവിഷ്കരിച്ച ഗുരുത്വാകർഷണ സിദ്ധാന്തം പോലെ, ഗുരുത്വാകർഷണ നിയമം പോലെ പ്രകൃതി നിയമമാണ്. ഇവിടുത്തെ ഈ നിരക്ഷരായ ഗ്രാമീണർ, ദളിതരുൾപ്പെടുന്ന ആളുകൾ ഗാന്ധിയുടെ വാക്കുകളല്ലേ, ദൈവതുല്യമായ വാക്കുകളല്ലേ, അതിന് തെറ്റാൻ പറ്റുകയില്ല. അംബേദ്കർ പറഞ്ഞു ജാതി തിന്മയാണ്, ആ ജാതിയെ അനൈഹിലേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ദളിതർ പോലും സംശയിക്കുകയാണ്, അംബേദ്കറെ സംശയത്തോടെ കാണുന്നത്. കാരണം ഗാന്ധിയുടെ വാക്കുകളെയാണ്, ഗാന്ധിയുടെ തിരുവചനങ്ങളെയാണ് അംബേദ്കർ നിരാകരിക്കുന്നത്. അപ്പോൾ ഗാന്ധിക്കെതിരായി സംസാരിക്കുന്നത് അടുത്ത കാലം വരെയും അധാർമികവും കുറ്റകരവുമാക്കുന്ന തരത്തിലുള്ള ഒരു ദൈവിക പ്രതിച്ഛായയാണ് ആർജിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പോൾ ഇതേ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ അംബേദ്കർ ആകട്ടെ ഏറ്റവും ആധുനികമായ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ വ്യക്താവായിരുന്നു, മരിക്കുന്ന നിമിഷം വരെയും. അദ്ദേഹം ഒരിക്കൽ എഴുതി, എന്തുകൊണ്ടാണ് ഇത്ര വലിയ അടിമത്തം, വംശീയതയേക്കാൾ അടിമത്തത്തെക്കാൾ ഭീകരമായ അടിച്ചമർത്തലും ഹ്യൂമിലിയേഷനും ഇവിടെ നടന്നിട്ടും സോഷ്യൽ റവല്യൂഷൻ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് അംബേദ്കർ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അതിന് നൽകിയ ഉത്തരം, യൂറോപ്പിലാണെങ്കിൽ ജാതി മത ഭേദം കൂടാതെ എല്ലാവരെയും പട്ടാളത്തിലെടുക്കും, അവരുടെ യോഗ്യതയനുസരിച്ച്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് ഈ ഉദ്യോഗത്തിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ യജമാനന്മാർക്കെതിരെ, ഫ്യൂഡലിസ്റ്റ്ക്കെതിരെ യുദ്ധം ചെയ്യാനോ വേണ്ടി വന്നാൽ വിപ്ലവം നടത്താനോ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നത് വരെ ഒരൊറ്റ ദളിതനെ പോലും, ഒരൊറ്റ ലോവർ കാസ്റ്റിനെ പോലും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിലും പട്ടാള സേവനത്തിന് എടുത്തിട്ടില്ല. ബ്രിട്ടീഷുകാർ വരുന്നത് വരെ അക്ഷരം പഠിക്കാനുള്ള അവകാശം, റോഡിലിറങ്ങി നടക്കാനുള്ള അവകാശം പൂർണ്ണമായി നിഷിദ്ധമായിരുന്നു താഴ്ന്ന ജാതികൾക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കും. 90% ജനങ്ങൾക്ക് അവരുടെ ശരീരത്തിൻ്റെ കായികാധ്വാനം മാത്രം മതിയായിരുന്നു, കാരണം ഇവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ സാമൂഹ്യ വിപ്ലവം നടക്കാതെ പോയത്. അപ്പോൾ ഒരു വശത്ത് തിയോളജിക്കൽ ആൻറ്റി പൊളിറ്റിക്സ്, അതായത് പൊളിറ്റിക്സിനെ, യഥാർത്ഥ പൊളിറ്റിക്സിനെ റദ്ദാക്കുന്ന ദൈവിക രാഷ്ട്രവിരുദ്ധതയുടെ വ്യക്തമായ ഗാന്ധിയും വിപ്ലവ രാഷ്ട്രീയത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ഈഗാലിറ്റേറിയൻ ഇന്ത്യക്ക് വേണ്ടി വിപ്ലവ രാഷ്ട്രീയം നടത്തണം എന്നെഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അംബേദ്കറും തമ്മിൽ അവരെ സമന്വയിപ്പിക്കാനാകുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം മോഡേണിറ്റി, ആധുനികത. ഈ ആധുനികതയെ നമ്മൾ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കുന്നുണ്ട്. ഒരു ക്രോണോളജിക്കൽ സംഗതിയായിട്ടാണ് പലരും പഠിച്ചു വച്ചിരിക്കുന്നത്. പ്രാചീനകാലം, മധ്യകാലം, ആധുനികകാലം. യഥാർത്ഥ മോഡേണിറ്റി എന്നത് അങ്ങനല്ല, അതൊരു സമീപനമാണ്. അതായത് ഭാവി സൃഷ്ടിക്കുന്നതിനാവശ്യമായ ദൈക്ഷണിക വിഭവങ്ങൾ ഭൂതകാലത്തിലും ട്രഡീഷണൽ പാരമ്പര്യത്തിലുമല്ല, നാം പ്രവർത്തിക്കുന്ന ഈ നിമിഷത്തിലാണ് അത് ലഭ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഭാവനയിലൂടെ നാം അത് ഇൻവെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി സകല ഭൂതകാലത്തെയും സകല പാരമ്പര്യത്തെയും സമ്പൂർണ്ണമായി നിരാകരിക്കുക എന്ന മനോഭാവത്തെയാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. ഈ മോഡേണിറ്റിയെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് അംബേദ്കർ. എന്നാൽ ഗാന്ധി പറഞ്ഞത് മോഡേണിറ്റി എന്ന് പറയുന്നത്, മോഡേണിറ്റിയുടെ ഭാഗമായ സയൻസ്, റീസൺ, ഫാക്ടറി, വ്യവസായം, ആശുപത്രി, വൈദ്യശാസ്ത്രം എന്നിവേണ്ട മോഡേണിറ്റിയായി ബന്ധപ്പെട്ട സകലതും തിന്മയാണ്, സാത്താനാണ്. മോഡേണിറ്റി എന്നത് ദൈവിക നിയമത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്. അതുകൊണ്ട് മോഡേൺ സിവിലൈസേഷനെ
ഈ ഭൂമുഖത്ത് നിന്ന് ഉച്ചാടനം ചെയ്യുക എന്നതാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എൻ്റെ വളരെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊന്നാണ്. ആത്യന്തികമായി മോഡേൺ സിവിലൈസേഷനെ ഇറാഡിക്കേറ്റ് ചെയ്യുക. അപ്പം മോഡേൺ സിവിലൈസേഷൻ്റെ ഉജ്ജ്വല വ്യക്തമായ ഒരു മനുഷ്യനും മോഡേൺ സിവിലൈസേഷനെ ഉച്ചാടനം ചെയ്യണമെന്ന് പറയുന്ന, അത് ഹ്യൂമാനിറ്റിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണമെന്ന് ഹിന്ദു സ്വരാജിൽ എഴുതിയ ഒരു മനുഷ്യനും മോഡേണിറ്റിയുടെയും ഹ്യൂമാനിറ്റിയുടെയും ശത്രുവായ ഒരു മനുഷ്യനും മോഡേണിറ്റിയുടെയും ഹ്യൂമാനിറ്റിയുടെയും മിത്രമായ മനുഷ്യനും തമ്മിൽ എങ്ങനെയാണ് സമന്വയം സാധ്യമാകുന്നത്? ഇനി അടുത്തത് ഹിംസയും അഹിംസയും നമ്മളെല്ലാം കിട്ടുന്നു. ഗാന്ധി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അഹിംസയാണ്. അഹിംസയുടെ പ്രവാചകൻ ഗാന്ധി പറഞ്ഞ അഹിംസ എന്ന് പറയുന്നത് ഫിസിക്കൽ വയലൻസ്, ശാരീരികമായ വയലൻസ് പാടില്ല. എന്നാൽ വയലൻസ് എന്ന് പറയുന്നത്, ഹിംസ എന്ന് പറയുന്നത് ശാരീരിക മാത്രമല്ല, അത് മനഃശാസ്ത്രപരമായ മാനസികമായ ഹിംസയുണ്ട്, ഓണ്ടോളജിക്കൽ ഹിംസയുണ്ട്, ജ്ഞാനശാസ്ത്രപരമായ എപ്പിസ്റ്റമോളജിക്കൽ ഹിംസയുണ്ട്. ഇനിയും വേറൊരു ഹിംസ കൂടിയുണ്ട്, ആയുർക്കൊല, ആയുസ്സിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് 2022 ഓക്സ്ഫാം എന്ന് പറയുന്ന സംഘടനയുടെ ഇന്ത്യയിലെ ഹെൽത്തിനെയും ജാതിയെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത്, ഒരു ബ്രാഹ്മണ സ്ത്രീ മരിക്കുന്നതിന് 6-7 വർഷം മുമ്പ് ഒരു ദളിത് സ്ത്രീ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജാതികൾ എത്ര കൊല്ലം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നു, മനുഷ്യർ എത്ര കൊല്ലം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും ജാതിയാണ്. ഈ ബ്രാഹ്മണ സ്ത്രീയുടെയും ദളിത് സ്ത്രീയുടെയും ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഒരുപോലെ ആയാലും, അവരൊരുപോലെ ആഹാരം കഴിക്കാൻ ശേഷിയുള്ളവരായാലും, ഒരേ വൈദ്യശാസ്ത്രം വൈദ്യ പരിശോധനകൾക്കൊക്കെ ചെലവ് നടത്താൻ ശേഷിയുള്ളവരായാലും, ദളിത് സ്ത്രീ ബ്രാഹ്മണ സ്ത്രീ 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ ദളിത് സ്ത്രീ 63 വയസ്സ് വരെ മാത്രമേ അവരുടെ ആയുസുള്ളൂ. കാരണം തലമുറകളായി കൈമാറുന്ന ജാതി നിന്ദ, ജാതി അപകർഷത, ഇതുണ്ടാക്കുന്ന സ്ട്രെസ്സ്, സൈക്കോളജിക്കൽ സ്ട്രെസ്സ്, ഇത് ദളിതരുടെ 7 വർഷമാണ് കവർന്നെടുക്കുന്നത്. തെഫ്റ്റ് ഓഫ് ലൈഫ്, ഇതിനെയാണ് ആയുർ കൊലയെന്ന് നമുക്ക് പറയാം. ഈ കഴിഞ്ഞ 50 വർഷമായി മുസ്ലിങ്ങളുടെ ആയുസ്സിൽ 2 വർഷം കുറഞ്ഞിട്ടുണ്ട്. ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ എപ്പോഴാണ് നമ്മൾ ജനിച്ചു വീണ മണ്ണിൽ അഭയാർത്ഥികളാകുന്നത്, എപ്പോഴാണ് നമ്മുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നത് എന്ന നിത്യ അരക്ഷിതത്വത്തിലാണ് അതിസമ്പന്നനായ മുസ്ലിങ്ങൾ പോലും ഇന്ത്യയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആയുസ്സിലും ലൈഫ് സ്പാനിലും 2 കൊല്ലം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ലൈഫ് സ്പാൻ്റെ കണക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പരമമായ ഹിംസയാണ്. അങ്ങനെ നോക്കുമ്പോൾ ജാതി എന്ന് പറയുന്നതാണ് പരമമായ ഹിംസ. നിങ്ങളൊരു മനുഷ്യനെ കൊന്നാൽ അയാൾ മരിക്കുന്നതോടെ അയാളുടെ ദുഃഖവും വേദനയും ഈ സന്ത്രാസവും എല്ലാം മാറുന്നു. പക്ഷേ നിങ്ങളൊരു ദളിത് മനുഷ്യനായി ജനിച്ചു വീഴുന്ന അന്ന് മുതൽ മരണം വരെ നിങ്ങളെ വേട്ടയാടുകയാണ്. പലതരം നിന്ദകൾ, പലതരം അപകർഷതകൾ, പലതരം അരക്ഷിതത്വങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ എപ്പിജെനറ്റിക്സിൽ സോഷ്യൽ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് വെച്ച് എങ്ങനെയാണ് ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ, സന്തോഷത്തെ, സന്താപത്തെ ഒക്കെ ബാധിക്കുന്നത്. അപ്പം തലമുറകളായി കൈമാറുന്ന ഈ അരക്ഷിത ബോധം, പിന്നെ എല്ലാ നിമിഷവും നിങ്ങൾ എത്ര സമ്പന്നനായാലും എത്ര സർക്കാർ ഉദ്യോഗങ്ങളായാലും സ്വകാര്യമായി നിങ്ങൾ അപമാനിക്കപ്പെടുന്ന ബോധം നിങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേസമയം ഗാന്ധി ആകട്ടെ ഈ ജാതി എന്ന പരമമായ ഹിംസയുടെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് അഹിംസയെ പറ്റി പ്രസംഗിക്കുകയാണ്. ഇതിൽ പരം ഇരട്ടത്താപ്പ് വേറെ ഏതുണ്ട്? അതിനെപ്പറ്റി PK ബാലകൃഷ്ണൻ പറഞ്ഞു, ഈ മറ്റ് രാജ്യങ്ങളിൽ എക്സെൻട്രിക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം PK ബാലകൃഷ്ണൻ കൊടുക്കുന്ന വിവർത്തനം പിരിയൻ. ഈ പിരിയൻ ഒന്നിനും പിടികൊടുക്കാതെ ഓടി നടന്ന പൊടിപടലം പടർത്തുകയാണ്. അതിനെപ്പറ്റി അംബേദ്കർ പറഞ്ഞത്, ഈ പൊടിപടലം പടർത്തുന്ന ആളുകൾക്ക് സമതലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഇവർ മറ്റുള്ളവരുടെ കാഴ്ച മറയ്ക്കാൻ വേണ്ടി പൊടിപടം നിരന്തരം പടർത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യനും, അതായത് ദുഷ്ടതകളാണെന്നറിയാതെ കൊടിയ ദുഷ്ടതകൾ മാത്രം ചെയ്യുന്ന ഗാന്ധിയെപ്പോലെ ഒരു മനുഷ്യനും ഇന്ത്യയിലെ അധസ്ഥിത ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവസാന നിമിഷം വരെയും പ്രവർത്തിച്ച അംബേദ്കറും തമ്മിൽ സമന്വയം സാധ്യമാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അവസാനമായി ജാതിയെയും വർണ്ണത്തെയും കുറിച്ച് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന സമീപനങ്ങൾ, പൂന പാക്റ്റിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏറ്റവും അവസാനത്തെ അഭിപ്രായം എടുത്താൽ മതി എന്ന്. 1947
നവംബർ 21 മരിക്കുന്നതിന് 3 മാസം മുമ്പ് ഗാന്ധി എഴുതി, ഞാൻ വർണ്ണാശ്രമധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സനാതന ഹിന്ദുവാണ്. വർണ്ണാശ്രമധർമ്മം നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഗുരുത്വാകർഷണമാണ്. ഇപ്പോൾ പറയുന്നു തെർമോഡൈനാമിക്സിലെ 2ാം തത്വം ഊർജ സംരക്ഷണ നിയമം പോലെ പ്രകൃതി സിദ്ധമാണ്. അതിനെ മാറ്റാൻ പ്രകൃതിയെ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ ഭൂമിയുടെ സഞ്ചാരപഥങ്ങൾ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ സഞ്ചാരപഥങ്ങൾ, ഭ്രമണപഥങ്ങൾ മാറ്റാൻ മനുഷ്യൻ കഴിയുകയില്ല. അതുകൊണ്ട് അതിന് ഹാർമണിയിൽ ജീവിക്കുക മാത്രമേ നമ്മുടെ മുൻപിൽ മാർഗമുള്ളൂ. അതുപോലെ ഗാന്ധി പറയുകയാണ്, ജാതി വർണ്ണ നിയമം എന്നത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് അതുമായിട്ട് ഹാർമണിയിൽ ഒത്തുപോവുക, അതിനെ പരിഷ്കരിക്കാനോ മാറ്റാനോ ശ്രമിക്കുന്നത് പാപമാണ്, കാടത്തമാണ്, വിവരമില്ലായ്മയാണ്. എന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണൻ അവൻ്റെ ഉദാത്തമായ വൈജ്ഞാനിക വൈഭവം കൊണ്ടും ക്ഷത്രിയൻ സംരക്ഷണ വൈഭവം കൊണ്ടും വൈശ്യൻ വ്യാപാര വൈഭവം കൊണ്ടും ശൂദ്രൻ വെറും കായികാധ്വാനം കൊണ്ടും ഈശ്വര സൃഷ്ടികളായ മനുഷ്യരെ സേവിക്കാൻ ജന്മമെടുത്തവരാണ്. അവരെ അതിനുവേണ്ടി സൃഷ്ടിച്ചവരാണ്. ഇവിടുത്തെ ശൂദ്രരെയും അധസ്ഥിതരെയും അവർണരെയും പണിയെടുക്കുന്ന വെറും ശരീരങ്ങളായി മാത്രമാണ് ഗാന്ധി കണ്ടിരുന്നത്. ബ്രാഹ്മണന് തലച്ചോറുണ്ട്, ശൂദ്രന് തലച്ചോറില്ല. അവർ കൈകാലുകൾ മാത്രമാണ്. കിളയ്ക്കാനും നിലമുഴാനും ഫാക്ടറിയിൽ പണിയെടുക്കാനും മാത്രം ഉള്ള ലിവിങ് ബോഡീസ് ആണ് ഈ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു തോട്ടിയുടെ മകൻ എന്തുകൊണ്ട് തോട്ടി അല്ലാതാകണം? മരിക്കുന്നതിന് 3 മാസം മുമ്പ് ചോദിച്ച ക്രൂരമായ ചോദ്യമാണ്. നീ ജനിച്ചത് തോട്ടിയുടെ മകനായിട്ടാണെങ്കിൽ നീ തോട്ടിയായി തന്നെ ജീവിച്ചു മരിക്കുക തന്നെ വേണം എന്നും മരിക്കുന്നതിന് 3 മാസം മുമ്പ് പറഞ്ഞു. മരിക്കുന്നതിന് തലേ ദിവസം 1947-48 ജനുവരി 29 രാത്രി അദ്ദേഹം ഒരു വിൽപ്പത്രം എഴുതി. ആ വിൽപ്പത്രത്തിലാണ് കോൺഗ്രസ് പിരിച്ചുവിട്ട് ലോകസേവ സമാജ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കണം, അതിലെ ഹിന്ദു അംഗങ്ങളാരും അയിത്തം ആചരിക്കരുത്. അങ്ങനെ ആചരിക്കാതിരുന്നാൽ നമുക്ക് പുരാതന വിശുദ്ധമായ സനാതന വർണ്ണ വ്യവസ്ഥ വീണ്ടെടുക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അംബേദ്കർ പറഞ്ഞതാണ്, ജാതി ഈ അയിത്തം എന്നത്, തൊട്ടുകൂടായ്മ എന്നത് ജാതി സമ്പ്രദായത്തിൻ്റെ അനിവാര്യമായ ഉപഫലമാണ്, അതിൻ്റെ നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ഈ അയിത്തമില്ലാത്ത തൊട്ടുകൂടായ്മയില്ലാത്ത ഒരു ഹിന്ദുയിസത്തെ സ്വപ്നം കണ്ട ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, പുള്ളിയില്ലാത്ത പുള്ളിപ്പുലിയെ കിട്ടിയേക്കാം, ആകാശക്കുരു കിട്ടിയേക്കാം, വൈക്കോൽ തുറുവിൻ്റെ വേരും കിട്ടിയേക്കാം, പക്ഷെ ജാതിയില്ലാത്ത ഹിന്ദുവിനെ നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുപോലെയാണ് തൊട്ടുകൂടായ്മയില്ലാത്ത ഹിന്ദുവിനെ കുറിച്ചുള്ള ഗാന്ധിയുടെ സ്വപ്നം കപടമാണ്, അയഥാർത്ഥമാണ്, വഞ്ചനയാണ്. അതുകൊണ്ട് ജാതിയെ നശിപ്പിക്കണമെങ്കിൽ, തൊട്ടുകൂടായ്മയെ ഇല്ലാതാക്കണമെങ്കിൽ അംബേദ്കർ പറഞ്ഞു, ഈ ഹിന്ദുയിസത്തെ, ജാതി സമ്പ്രദായത്തെ സമഗ്രമായി കുഴിച്ചു മൂടണം, അനൈഹിലേറ്റ് ചെയ്യണം, അതിനെ ഉന്മൂലനം ചെയ്യണമെന്നാണ്. അപ്പം ജാതി സമ്പ്രദായത്തെയും ഹിന്ദുയിസത്തെയും തിരിച്ചു വരാനാകാത്ത വേണ്ടം, അവശേഷിപ്പുകളൊന്നും അടയാളങ്ങളൊന്നും ഇല്ലാത്ത വേണ്ടം ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ അംബേദ്കറും അല്ലറ ചില്ല പരിഷ്കാരങ്ങളോടെ ഹിന്ദുയിസത്തെ സർവൈവൽ സിദ്ധമാക്കണമെന്ന്, ഹിന്ദുയിസത്തെ വീണ്ടെടുക്കണമെന്നും സ്വപ്നം കണ്ട ഗാന്ധിയും തമ്മിൽ സമന്വയിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ സമന്വയം സാധ്യമാണെന്ന് കരുതുന്നത് പോലും നാം അത്ര ഇന്നസെൻ്റ് ആണെന്ന് വിചാരിക്കരുത്. എത്ര സമയം കൊണ്ട്? 5 മിനിറ്റ് പോയോ? ഒറ്റ കാര്യം പറയാം, ഇത് മണ്ഡൽ കമ്മീഷന് ശേഷമുണ്ടായ ഒരു പ്രവണതയാണ്. അതായത് മണ്ഡൽ കമ്മീഷന് ശേഷം ഇവിടുത്തെ OBC, ദളിത്, മൈനോറിറ്റി വിഭാഗങ്ങൾ സംഘടിക്കുകയും പല സംസ്ഥാനങ്ങളിൽ അവർ അധികാരം നേടാനൊക്കെ ആരംഭിക്കുകയും ചെയ്തതോടെ അരക്ഷിതത്വത്തിലായ സവർണരുടെ പേടിയാണ് നേരത്തെ പറഞ്ഞ ഈ ആളുകളുടെയും കേരളത്തിലൊക്കെ തന്നെ ചില ഈ പാതിവെന്ത ബുദ്ധിജീവികളുടെ ഈ സമന്വയവാദങ്ങളുടെയൊക്കെ വരുന്നത്. കാരണം ഗാന്ധി ലയിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന, സ്വതന്ത്രനായി നിൽക്കുന്ന അംബേദ്കർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 90% വരുന്ന ജനങ്ങളുടെ വിമോചന അഭിലാഷങ്ങൾക്ക് തീ കൊടുക്കുന്ന ഒരു വലിയ ജ്വാലയാണ്. ആ ജ്വാലയെ കെടുത്തുക, അല്ല സമന്വയിപ്പിച്ച് പുതിയ ഒരു ശക്തിയാക്കുക എന്നതല്ല. അംബേദ്കർ എന്ന് പറയുന്ന ആ മഹാജ്വാലയെ കെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് ഈ സമന്വയവാദത്തിന് പിന്നിലുള്ളത് എന്ന് ഞാൻ അവസാനമായി പറയുന്നു.
ഗാന്ധിയിലെ യാഥാസ്ഥിതിക ആശയലോകത്തെ കൃത്യമായ 4 പോയിന്റുകളിൽ ഊന്നിയിട്ടാണ് ജയരഘു വിശദീകരിച്ചത്. പൊളിറ്റിക്സിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, മോഡേണിറ്റിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ഹിംസ, വർണ്ണാശ്രമ ധർമ്മങ്ങൾ, ഇത് വാലിഡായ പോയിന്റുകൾ തന്നെയാണ്. ബാക്കി നമുക്ക് ചർച്ചയുടെ അവസാനം ബാക്കി കൂട്ടിച്ചേർക്കാം. കെ ബാബുരാജ് ബാക്കി വിശദീകരിക്കും, അതിൻ്റെ തുടർച്ചയായിട്ട് വിശദീകരിക്കും. ഒരു കാര്യം കൂടി ചർച്ചയിൽ കൊള്ളാമായിരുന്നു. ഈ ഗാന്ധി വിമർശനം ഈ സംഘപരിവാർ ശക്തികളും നടത്തുന്നതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതും കൂടി ചർച്ചയിൽ വന്നാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഗാന്ധിയെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് ദളിത് പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിയെ വിമർശിക്കുക മാത്രമല്ല എന്നുള്ളൊരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സമന്വയം സാധ്യമല്ലെങ്കിലും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന പല കൽപ്പനകളും ഒരു സംവാദപരമാക്കിക്കൊണ്ട് പോകാനാണ് നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശക്തമായ കഴിഞ്ഞ 80, 90 ഞങ്ങളൊക്കെ നടത്തിയ പോലുള്ള ഗാന്ധി വിമർശനങ്ങളോ മാർക്സ് വിമർശനങ്ങളോ ഞങ്ങൾ ഒക്കെ ഇപ്പം നടത്താറില്ല. അതിന് കാരണം പലപ്പോഴും സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള പ്രേരണകളുമായിട്ട് വീണ്ടും കൊണ്ടുപോരേണ്ട ഒരു ബാധ്യതയും കൂടെയുണ്ട്. നമ്മൾ കുറച്ച് നമ്മുടെയൊക്കെ ശ്രമങ്ങൾ ശക്തമാകുമ്പോൾ. അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നതുകൊണ്ട് അതിശക്തമായൊരു ഗാന്ധി വിമർശനം ഞങ്ങൾ ഇപ്പം വലിയ കാര്യമായിട്ട് നടത്തുന്നത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വിമർശനമില്ലെന്നല്ല. അതേപോലെ തന്നെ നമുക്ക് അംബേദ്കറെ ഗാന്ധി എന്ന് പറയുന്ന അങ്ങനെ മാത്രം വെക്കാൻ പറ്റില്ല. സമൂഹത്തിൽ ഒരുപാട് ഘടകങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിനും ഇവിടെ ഒഴുക്കിലാണ് നിലനിൽക്കുന്നത്. പഴയ ഗാന്ധിയല്ല ഇന്നത്തെ ഗാന്ധി എന്ന് പറഞ്ഞ പോലെ പഴയ അംബേദ്കറുമല്ല ഇന്നത്തെ അംബേദ്കർ. അതേപോലെ തന്നെ അംബേദ്കർ അന്നും കണക്കാക്കാത്ത പല ഘടകങ്ങൾ ഇന്ന് സമൂഹത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവർക്ക് പവർ രൂപപ്പെട്ടു, അവ ഒരു തരം വിഷയ സ്ഥാനത്തേക്ക്, ഒരു സബ്ജക്റ്റിവിറ്റിയിലേക്ക് അവ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധി കാണാത്ത ഘടകങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ പുതിയൊരു ഒഴുക്കുകളുടെ പുതിയൊരു ഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതിൽ നമ്മളുടെ ഒരു അന്വേഷണത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഗാന്ധിയുടെ ഒരു വലിയ രഘു പറഞ്ഞ പോലെ തന്നെ ഗാന്ധിക്ക് ഒരു ദൈവിക പദവി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അംബേദ്കറെ സംബന്ധിച്ചൊരു ദൈവിക പദവി പോയിട്ട് പരിഗണന അർഹത പോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പം ആത്മകഥ നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വളരെ ഇന്ത്യയിലെ രാജവംശങ്ങളിൽ തന്നെ പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ തന്നെ വലിയ രാജാക്കന്മാരുടെ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ വലിയ വളരെ ശക്തമായ ഇന്ത്യയിലെ ഈ ഭരണവർഗത്തിനകത്ത് തന്നെ നൂറ്റാണ്ടുകളായി ഭരിച്ചിരിക്കുന്ന വിഭാഗങ്ങളിൽ പെട്ടുന്ന ഒരാളായിരുന്നു ഗാന്ധി. അതുകൊണ്ട് അങ്ങനെ നിന്നൊരാളും ഒരിക്കൽ പോലും ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രഘു പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ വരികയും അവർ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ അവരുടെ നടത്തിയ കൊളോണിയലായ ചില പരിഷ്കാരങ്ങൾ ഒക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വിദേശ വിദ്യാഭ്യാസവും ഒക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് ലോകത്തെ കാണുകയും ചെയ്ത ഒരാളുടെ വീക്ഷണവും അംബേദ്കറുടെ ഉണ്ട്. അംബേദ്കറുടെ വീക്ഷണം മറ്റേ അദ്ദേഹമല്ല, വളരെ എന്താ പറയുക, കൾച്ചറൽ പാട്രിയാർക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സാംസ്കാരികമായിട്ടുള്ള ഒരു പിതൃാധിപത്യ വ്യവസ്ഥയുടെ വലിയ സഹായം ഗാന്ധിക്കുണ്ടായിരുന്നു. അല്ലെ, അതിലാണ് അദ്ദേഹത്തിൻ്റെ ദൈവിക പദവി ഉയർന്നു നിന്നത്. മറിച്ച് മാത്രമല്ല, സമീർ അമീൻ്റെ ഒരു പഠനമുണ്ട് ഗാന്ധിയുടെ ഈ ഇമാജിനേഷൻ. ഗാന്ധി എങ്ങനെയാണ് നമ്മളെ ഒരു അർദ്ധനഗ്നനായ ഫക്കീറായിട്ട് ഇന്ത്യയിൽ ഉയർന്നു നിന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് വലിയ കൽപ്പനാപരമായ ബലം ഇന്ത്യയിലുണ്ട്. അതിനെപ്പറ്റി സമീർ അമീൻ പഠിച്ച ഒരു പഠനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു സ്ഥലത്ത് ഗാന്ധി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള പ്രസ്, നാഷണൽ പ്രസ് വലിയൊരു പ്രചരണം നടത്തിയിരിക്കും. ഗാന്ധി വരുന്നതിന് മുമ്പ് ആ പ്രദേശം, ഇപ്പം ബറോഡയിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള പത്രസ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ പൂജാരിമാർ, അതായത് സമൂഹത്തിലെ ഏറ്റവും മുകൾത്തട്ടിലുള്ള ആൾക്കാരൊരു ദൈവിക അന്തരീക്ഷം രൂപപ്പെടുത്തും. സാധാരണ ആൾക്കാരുടെ അകത്ത് പ്രചരിക്കപ്പെടുന്നത് ഗാന്ധി വന്നു കഴിഞ്ഞാൽ അവിടെ മഴ പെയ്യും, അതേപോലെ തന്നെ ഒരു പശുവിൻ്റെ കുട്ടി മരിച്ചു പോയെങ്കിൽ പശുവിൻ്റെ കുട്ടി എഴുന്നേറ്റ് വരും. അങ്ങനെ ഗാന്ധിക്ക് ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു മനുഷ്യരായിട്ടാണ് അന്നത്തെ ഏറ്റവും ഉന്നതമായ ക്ലാസ്. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏറ്റവും താഴ്ന്ന തട്ടല്ല ഈ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചത്. ഗാന്ധിയുടെ ഇമാജിനേഷൻ ഗാന്ധിക്ക് അത്ഭുത സിദ്ധിയുള്ള ഒരാളാണെന്നും ഗാന്ധി എന്ന് പറഞ്ഞ ഒരു ദൈവിക പദവിയുള്ള ഒരാളായിട്ടും ഒരു താഴ്ന്ന തട്ടിലെ ആൾക്കാരല്ല, അന്നത്തെ ഹയർ എഡ്യൂക്കേഷനുള്ള ഒരു വിഭാഗമാണ്
ഉണ്ടാക്കിയത്, അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ ഉണ്ടാക്കിയെന്നാണ് സബീർ അമീൻ പറയുന്നത്. മറിച്ച് അംബേദ്കർ വരുമ്പോഴോ കഠിനമായി എതിർപ്പായിരുന്നു. നാഷണലിസ്റ്റ് പ്രസംഗങ്ങൾ അദ്ദേഹം പറയുന്നത്, അന്നത്തെ നാഷണലിസ്റ്റ് പ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പത്രം എന്ന് പറയുന്നത് അംബേദ്കറെ ഒരു പരമശത്രുവായിട്ടാണ് കണ്ടത്. കാരണം എന്നാൽ ജാതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു, അല്ലെ സവർണ അധികാരത്തെ നിരാകരിക്കുന്നു എന്നൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുന്ന ഇന്ത്യൻ സൈക്കിനെ തന്നെയാണ് മാറ്റുന്നത്. ഇന്ത്യയുടെ സെൽഫ്, നമ്മുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ വളരെ താഴ്ന്ന വിഭാഗങ്ങൾക്കൊരു സെൽഫ് ഉള്ളതായിട്ട് കണക്കാക്കുന്നില്ല. അടിത്തട്ടിലെ ജനവിഭാഗങ്ങളൊരു ആത്മകേന്ദ്രീകൃതരാണെന്ന് വിശ്വസിക്കുന്നില്ല. മറിച്ച് ആത്മകേന്ദ്രീകൃതം എന്ന് പറയുന്നത് വളരെ മുകളിലുള്ളവർക്ക് മാത്രമേ പദവിയുള്ളൂ. ഈ പദവി വെച്ച് നോക്കുമ്പോൾ അംബേദ്കർ നിരാകരിക്കപ്പെട്ട ഒരാളാണ്, ഒരിക്കലും ചർച്ച ചെയ്തില്ല. അപ്പോൾ ഡോക്ടർ അംബേദ്കർ ആദ്യമായിട്ടൊരു വിമർശനം ഗാന്ധിയായിട്ട് നടത്തുന്നത് ജാതി ഒരു ഇതിലാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞ എഴുതുമ്പോൾ പുസ്തകം ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം ഒരു സ്ഥലത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. കാരണം ആ സദസ്സ് അദ്ദേഹത്തിനോട് ഒരു ജാതിയെപ്പറ്റി ഒരു പ്രസംഗം നടത്തണമെന്ന് വിളിച്ച അവർക്കത് അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഈ പ്രസംഗം ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു, ഒരു പ്രബന്ധമായിട്ട് പ്രസിദ്ധീകരിച്ചു. ഈ സമയത്ത് ഗാന്ധി അതിൽ ചർച്ചകൾ കൊണ്ടുവരുന്നുണ്ട്. അത് അദ്ദേഹം പരിഗണിച്ചുകൊണ്ട് അതിന് വിമർശിക്കുകയും അംബേദ്കറും ഗാന്ധിയായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടുന്നു, നിരാകരിക്കും പരസ്പരം ഭയങ്കര ശക്തമായിട്ട്. പക്ഷെ അന്നും ഗാന്ധി വിചാരിച്ചിരുന്നത് അംബേദ്കർ ഒരു ബ്രാഹ്മണ പണ്ഡിതനാണെന്നാണ് വിചാരിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, കാരണം ബ്രാഹ്മണ പണ്ഡിതർക്ക് മാത്രമേ, അതായത് ജാതിബോധയും ബ്രാഹ്മണരെ എതിർക്കുന്ന അതിശക്തനായൊരു ബ്രാഹ്മണ നേതാവായതുകൊണ്ട് ബ്രാഹ്മണ ബുദ്ധിജീവിയാണെന്നുള്ള വിചാരിച്ചാണ് അംബേദ്കർ ഗാന്ധി എതിർക്കുന്നത്. ആ ലെവലിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അംബേദ്കർ ഈ അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരാളാണെന്ന് പരിഗണിക്കുന്നത്. കാരണം എന്നാ, വിമർശനം എന്നത് പോലും ഈ ഇന്ത്യയിലെ കീഴാള വിഭാഗങ്ങൾക്ക് സാധ്യമല്ല. അവർക്ക് പ്രതിപക്ഷമാകാൻ കഴിയില്ല, വിമർശകരാകാൻ കഴിയില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു അംബേദ്കർക്ക്. അതുകൊണ്ടാണ് അംബേദ്കർ ഒരു ബിംബവൽക്കരിക്കപ്പെടാതെയാണ് ഇന്ത്യയിലേക്ക് ഉയർന്നു വന്നത്. ഇന്ത്യയിലെന്ന് പറയുന്നത് ബഹുജനങ്ങളുടെ നിരന്തരമായ സമരങ്ങളിലൂടെ വർഷങ്ങൾ, അതായത് ഭരണകൂടമോ വ്യവസ്ഥയോ അല്ല അംബേദ്കറെ ഇന്നത്തെ അംബേദ്കറാക്കി മാറ്റിയത്. പക്ഷേ ഗാന്ധി അങ്ങനെയല്ലായത്. ഗാന്ധിയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ നേതൃത്വത്തിൽ വരുമ്പം തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ, സമീർ അമീനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ പ്രസ്ഥാനം ശക്തമാവുന്നത് തന്നെ ഗാന്ധിക്കൊരു ദൈവിക പദവി കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ബൂഷ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫ്യൂഡൽ അവരിൽ നിന്നുള്ള പത്രക്കാരൊക്കെ തന്നെയാണ് അവർ അദ്ദേഹത്തിനൊരു പദവി കൊടുത്തിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് സ്മാരകങ്ങളിലൂടെ ഗവൺമെൻറ്റിൻ്റെ സർക്കാർ തന്നെ മുടക്കിക്കൊണ്ട് എല്ലായിടത്തും ഗാന്ധി സ്മാരക നിധികളുണ്ട്. ഗാന്ധി സാഹിത്യം എല്ലാ ഭാഷയിലേക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗാന്ധി അവധി ദിനങ്ങളുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഗാന്ധി എന്ന് പറയുന്ന ഒരു സ്മാരകവൽക്കരിക്കപ്പെട്ട പ്രതിമാവൽക്കരിക്കപ്പെട്ട ഒരാളാണ്. എല്ലാ പാഠപുസ്തകങ്ങളിലും 1-ാം ക്ലാസ് മുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് തരത്തിലുള്ള റിസർച്ച് പേപ്പറുകളുണ്ട്. ഇൻ്റർനാഷണൽ തലത്തിൽ ഗവൺമെൻറ് തന്നെ എല്ലാ ഗവൺമെൻറ് സംവിധാനത്തിലൂടെയും ഗാന്ധിക്ക് പ്രചരണം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ട ബിംബവൽക്കരിക്കപ്പെട്ട ഗാന്ധിയുടെ ഒരു പ്രഭാവവും മറിച്ച് അംബേദ്കർ പരിഗണിക്കപ്പെട്ടിരുന്നില്ലെന്ന് മാത്രം. അതായത് അദ്ദേഹം നിയമമന്ത്രി ആദ്യത്തെ മന്ത്രിസഭയിൽ, നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം 2 വർഷം നിയമമന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹം പോകുന്നത് നിയമമന്ത്രി എന്ന നിലയിൽ രാജിവെച്ച് പോകുമ്പോൾ ആനന്ദ് എന്ന് പറയുന്ന ഇവിടുത്തെ അല്ല, ഒരു എസ് ആനന്ദ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറയുന്ന അദ്ദേഹത്തിന് ഒരു പുസ്തകം ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്നൊരു ലോൺ ചോദിക്കുന്നു. ആ ലോൺ കൊടുത്തില്ല ഗവൺമെൻറ്. നെഹ്റുവിൻ്റെ ഗവൺമെൻറ് നേരിട്ട് കൊടുത്തില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയാതെയും ഒരു കോട്ട് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു നീല നിറമുള്ള ഒരു കോട്ടുണ്ട്. ആ കോട്ടൊരെണ്ണം മേടിക്കാൻ കഴിയാതെയുമുള്ള ദരിദ്രനായിട്ടാണ് അദ്ദേഹം മരിച്ചത്. മറിച്ച് ഗാന്ധി അതിനുശേഷം ഇങ്ങനെ മരിച്ചു പോവുകയും നമ്മുടെ സ്മരണകളിൽ നിന്ന് ഏറെക്കുറെ ഇല്ലാതാവുകയും ചെയ്തു അംബേദ്കർ. ഇപ്പം പറഞ്ഞ പോലെ ഇന്നത്തെ നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഗാന്ധിയെ അറിയാമെങ്കിൽ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അംബേദ്കറെ അറിയാമെങ്കിൽ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരിക്കലും അംബേദ്കർ ഇല്ലായിരുന്നു.
ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ MA-ക്കൊക്കെ പഠിക്കുന്ന കാലത്ത് 2-3-4 പുസ്തകങ്ങളൊക്കെ ഞാനൊക്കെ അന്ന് കാലത്ത് എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ ലെനിനും മാവോയെ പറ്റിയും ഈ കൊസാംബിയെ പറ്റിയും സ്റ്റാലിനെ പറ്റിയൊക്കെ ഉള്ളത് ഇതൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെയൊക്കെ പരിഗണന പോലും അംബേദ്കർ ഉണ്ടായിരുന്നില്ല. ഏറ്റവും അടുത്ത് വരാൻ വരുന്നത് മുൽക്ക് ആനന്ദോ അല്ല DD കൊസാംബി വരെയുള്ളത് അല്ലാതെ ഒരു സൈദ്ധാന്തിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ അംബേദ്കറിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ കാലത്തില്ലായിരുന്നു, എൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്നില്ല. ഇപ്പം കേരളത്തിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിരുന്നു, 80കളിൽ അതിശക്തമായ ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ലിറ്ററേച്ചർ നോക്കുക, ഗാന്ധി ഉണ്ടായിരിക്കും, മാവോ സെത്തുങ് വരെയുള്ള കമ്മ്യൂണിസ്റ്റുകളുണ്ടാവും, പക്ഷേ അംബേദ്കർ ഉണ്ടാവില്ല. അതായത് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളുടെ വ്യവഹാരത്തിൽ നോക്കുക, അംബേദ്കർ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതിന് കാരണം അംബേദ്കർ പൂർണ്ണമായി തമസ്കരിക്കപ്പെടുകയോ നിരാകരിക്കപ്പെടുകയും ചെയ്തു. ഗാന്ധി വളരെ ശക്തമായ ഇൻ്റർനാഷണലൈസ് ചെയ്ത വലിയ പ്രതിമാവൽക്കരിക്കപ്പെടുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അംബേദ്കർ തിരിച്ചു വന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തത്? അതിന് കാരണം ഏറ്റവും പ്രത്യേകിച്ച് ബോംബെ പോലുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള ദലിത് വിഭാഗങ്ങളിലെ കുട്ടികൾ സർവകലാശാലകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് അവരനുഭവിച്ച പുതിയ ജാതിയും പോലുള്ള കാര്യങ്ങൾ അവരനുഭവിക്കുന്ന സമയത്ത് അവരവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരുടെ ജീവിതത്തിൻ്റെ പൊട്ടിത്തകർച്ചകൾ എന്താണെന്നുള്ള അവരുടെ റെക്കഗ്നേഷനിലൂടെയാണ് അവർ അംബേദ്കറെ പറ്റിയൊക്കെ അറിയുകയും അംബേദ്കറെ ഈ പുസ്തകങ്ങളുടെ ലഘുലേഖകളൊക്കെ ആയിട്ട് ഈ അംബേദ്കറുടെ പുസ്തകങ്ങളൊന്നും പ്രസിദ്ധീകരിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. അതൊക്കെ അവർ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഒരു പുതിയൊരു അവരുടെ തന്നെ കർത്തൃത്വ നിർമ്മാതി, അതായത് അംബേദ്കർ ഒരു പുനർഭാവനയായിട്ട് ഇന്ത്യയിലേക്ക് മാറുന്നത് ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള യുവാക്കളുടെയും യുവതികളുടെയും ഒരു പുതിയ യൂത്ത് കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്, അവരുടെ പ്രക്ഷോഭണങ്ങളിലൂടെയാണ് ഉയർന്നു വന്നത്. പക്ഷേ ആ പ്രക്ഷോഭണങ്ങൾ 1970കളിലാണ് ഏറെക്കുറെ നടക്കുന്നെങ്കിൽ അന്നൊരു ഇൻ്റർനാഷണൽ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു അമേരിക്കയിലും യൂറോപ്പിലും നീണ്ടു നിന്നിരുന്ന ബ്ലാക്സിൻ്റെയും സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പ്രക്ഷോഭണങ്ങൾ, പ്രത്യേകിച്ച് വിയറ്റ്നാം യുദ്ധത്തിനെതിരെയൊക്കെ നടന്നിരുന്നുള്ള പ്രക്ഷോഭണങ്ങളുടെ ഒരു കാലഘട്ടം, പുതിയൊരു സമൂഹം ഉയർന്നു വന്നിരുന്നു. അതായത് പണ്ട് സമൂഹത്തെ എങ്ങനെയാണോ പലപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നത്, മുതലാളി വർഗം എന്ന് പറയുന്നൊരു വർഗമുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. തൊഴിലാളി വർഗം മുതലാളി വർഗത്തെ ചോദ്യം ചെയ്ത് ഉത്തരങ്ങളൊക്കെ തരും, പുതിയ വ്യവസ്ഥ തരുമെന്നായിരുന്നു നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്, പഴയ കാഴ്ചപ്പാട്. പക്ഷേ 60-70കൾക്ക് ശേഷം ഇങ്ങനെ വർഗം എന്ന് പറയുന്ന ഒറ്റ പരികൽപ്പനകൾക്കപ്പുറം അല്ലാതെ നിലനിൽക്കുന്ന ആ പരികൽപ്പനകൾക്ക് പുറത്തുള്ള അനേകം വിഭാഗങ്ങൾ നിരന്തരമായിട്ട് പ്രതിസന്ധി രൂപപ്പെടുത്തിക്കൊണ്ട്, അതായത് മുഖ്യധാരയ്ക്ക് അപ്പുറം നിൽക്കുന്ന പല ഘടകങ്ങളും സാമൂഹ്യമായിട്ട് പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ ഉന്നയിക്കുന്നുണ്ട്, സൈദ്ധാന്തിക ചിഹ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പ്രത്യയശാസ്ത്ര വ്യവഹാരങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമണ്ഡലം 60കളിലാണ് ലോകത്തെല്ലായിടത്തും വരുന്നു, ഇന്ത്യയിലും വന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പുതിയ തരത്തിൽ അല്ലെ പഴയതിനെ നമ്മൾ പുനരന്വേഷിക്കുമ്പോൾ പലപ്പോഴും ഗാന്ധി പോലെ തന്നെ പ്രബലമാണ് അംബേദ്കർ. അപ്പോൾ ആൾക്കാർ ഇവിടെ എല്ലാം നോക്കുക. 70-ൽ നമുക്ക് നിങ്ങൾക്കൊക്കെ ഇന്ന് അയ്യങ്കാളിയെപ്പറ്റി അറിയാം, സഹോദരനെപ്പറ്റി അറിയാം, ശ്രീനാരായണ ഗുരുവിനെ പറ്റി നിങ്ങൾക്കൊക്കെ ഇന്നറിയാം. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അംബേദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അയ്യങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ഒരാൾ അപമാനിക്കപ്പെടും. കാരണം അതൊരു മറന്നു കളഞ്ഞേണ്ട. കാരണം ജാതി തിരിച്ചു കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിക്കുന്ന ആളുടെ ഒരു ബന്ധമാണ്. അതായത് അവൻ്റെ കുഴപ്പമാണ് അല്ലെ അവളുടെ കുഴപ്പമാണെന്നാണ് വരുന്നത്, മറിച്ച് സാമൂഹിക വ്യവസ്ഥയുടെ കുഴപ്പമായിട്ട് അത് കണക്കാക്കപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു മണ്ഡലത്തിലാണ് ഈ അംബേദ്കർ വായിക്കപ്പെടുകയും പുനരായിട്ട് ഇന്ത്യയിലേക്ക് പുതിയതായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇവിടെ രഘു പറഞ്ഞ പോലെ ഇന്ത്യയിലെ പറ്റിയുള്ള പ്രബലമായ ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്നും സനാതന ധർമ്മത്തിലൂന്നിയതായിരുന്നു. ഈ സനാതന ധർമ്മത്തിലൂന്നിയതും ഇന്ത്യയിലെ കാസ്റ്റ് ഹയർക്കിയെ നിർമ്മിക്കുകയും ചെയ്ത പല കാര്യങ്ങളുടെ ശക്തമാണ് ഇന്ത്യയിലെ ഈ ഇന്നത്തെ ഹൈന്ദവവൽക്കരണം പോലുള്ള അല്ല ഹിന്ദുത്വ വാഴ്ച പോലുള്ള ഒക്കെ വന്നതിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും ശക്തമായ ഒരു മണ്ഡലം, ഒരു വൈജ്ഞാനിക മണ്ഡലം, ഒരു സാമൂഹിക സമര മണ്ഡലം അംബേദ്കർ ആണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നത് ഈ പറഞ്ഞ പോലെ പുതിയൊരു സമര
ശക്തികൾ, പുതിയ സാമൂഹ്യ വിഷയികൾ രംഗത്ത് വന്നതിലൂടെയാണ് ആ വിഷയികളുടെ രംഗത്ത് വരവും ഗാന്ധിയുടെ വരവും ഗാന്ധിയുടെ പുനഃസ്ഥാപനവും പുതിയ അംബേദ്കറുടെ രണ്ടും രണ്ടാണ്. പക്ഷേ പരസ്പര ശത്രുതാപരമാണോ എന്നുള്ളത് കാലം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ കാലത്തെ ശത്രുതാപരമാവില്ല, ഇനിയുള്ള കാലം എന്ന് എനിക്ക് പറയാനുള്ളത്. വേറൊരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ സമയം പോയോ എന്നറിയില്ല, ഒരു ഒറ്റ സെക്കൻഡും കൂടെ പറയാം. നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യുന്നൊരു കാര്യം, പലപ്പോഴും ഇന്ത്യയിലെ സൈദ്ധാന്തികത, ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സിദ്ധാന്തം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് ഒരു ഭൗതികവാദം, ആത്മീയവാദം, രണ്ട് ഡിവിഷൻ. പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റുകളായ നമ്മളെപ്പോലുള്ള ഇടതുപക്ഷത്തും സോഷ്യലിസ്റ്റ് രംഗത്തു നിന്ന് വന്നവരെല്ലാവരും ഭൗതികവാദം, ആത്മീയവാദം എന്ന് പറയുന്ന രണ്ടായിട്ട് തിരിക്കുകയും അതിൽ ഭൗതികവാദത്തിൻ്റെ പക്ഷമായിട്ട് ഇന്ത്യയിലെ ചാർവാകം മുതൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ വരെയുള്ള ഒരു വിഭാഗത്തെയും ആത്മീയവാദത്തിൻ്റെ വക്താക്കളായിട്ട് ഇന്ത്യയിലെ ഒരു ഹൈന്ദവ ഇതിനെ അടക്കമുള്ളതിനെ കണക്കാക്കുമ്പോൾ അംബേദ്കർ ഇത് രണ്ടും അല്ലായിരുന്നു പുലർത്തിയത്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു കാരണത്തിനും ചിന്തിക്കപ്പെടാല്ല. വിവേകാനന്ദൻ ഈ രണ്ട് ധാരകൾ ഉൾക്കൊണ്ടിരുന്നു. പക്ഷേ ഗാന്ധിയുടെ അംബേദ്കറുടെ ഒരു പ്രത്യേകത ഫൂലെയാണ് അദ്ദേഹം. ഫൂലെ, കബീർ, അതേപോലുള്ള ഒരു ഇന്ത്യയിലെ അവർണർ എന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ സമത്വത്തെ പറ്റിയൊക്കെ ഉള്ള വലിയ ഒരു ആദ്യം സൂചിപ്പിച്ച് പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യാവകാശ ഒരു വിപ്ലവം, മനുഷ്യാവകാശം എന്ന് പറയുന്നതിൻ്റെ പുതിയൊരു കാഴ്ചപ്പാടുണ്ടാക്കിയ പാരീസ് കമ്മ്യൂൺ പോലെ തന്നെ ഇന്ത്യയിൽ ആന്തരികമായി കിടന്നിരുന്ന, ആരും ചർച്ച ചെയ്യാത്ത, ഭൗതികവാദികളോ ആത്മീയവാദികളോ ചർച്ച ചെയ്യാതിരുന്ന മഹാത്മാ ഫൂലെയെ പോലുള്ള ഒരാൾ. അദ്ദേഹം പറയുന്നുണ്ട്, മഹാത്മാ ഫൂലെ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് പറയുന്ന പോലെ മഹാത്മാ ഫൂലെയെയും കബീറിനെ പറ്റിയും അതേപോലെ തന്നെ വളരെ സങ്കീർണമായ ഇന്ത്യയിലെ ഈ ജനതയ്ക്ക് വേണ്ടി വാദിച്ചവരെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നാണ്. അദ്ദേഹം ഒരു ആത്മീയ ദർശനവും ഒരു ഭൗതിക ദർശനം പോലെ തന്നെ ഒരു ആത്മീയ ദർശനവും രൂപപ്പെടുത്തി. അതിൻ്റെ ഒരു പവറും ഇപ്പോൾ നമുക്ക് അംബേദ്കറുടെ ഒരു പ്രസക്തി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമയം കുറവാണ്, പക്ഷേ വിഷയം വളരെ വലുതുമാണ്. ഗാന്ധി എന്ന ഇമേജിൻ്റെ ഫോർമേഷനെ കുറിച്ചാണ് KKP സംസാരിച്ചത്. അത് ദീർഘമായ ചർച്ച ആവശ്യമുള്ളതും കുറേ വിശദീകരണങ്ങൾ ആവശ്യമുള്ള മേഖലകളുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ പുറത്ത് തുടരാം. ഇനി സന്തോഷ് കുമാറിൻ്റെ സംസാരം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. JB, എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ഒരു ചർച്ചയുടെ ഏറ്റവും വലിയൊരു പരിമിതി ഞങ്ങൾ 3 പേരും ഏതാണ്ട് ഒരു അംബേദ്കറൈറ്റുകളാണ് എന്നുള്ളത്. ഇനി വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാനൊന്നും ആളിവിടില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് നമ്മൾ പറയുന്നത് പലപ്പോഴും ഓവർലാപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഒന്ന് ഈ ഗാന്ധി അംബേദ്കർ സമന്വയം, അംബേദ്കർ മാർക്സ് സമന്വയം എന്നൊക്കെ നമ്മൾ പൊതുവേ ചർച്ച നടക്കുന്നുണ്ട്. ഇന്ത്യക്കകത്ത് വലിയ ഡിസ്കോഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ മുകളിൽ നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അംബേദ്കറിനെ മാർക്സിനോട് സമന്വയിപ്പിക്കുക, അംബേദ്കറെ ഈ ഗാന്ധിയോട് സമന്വയിപ്പിക്കുക, ഇതാണ് നമ്മുടെ ചർച്ചയെന്ന് പറയുന്നത്. കാര്യം നിങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഗാന്ധി മാർക്സ് സമന്വയം സാധ്യമാണെന്നൊരു ചർച്ച കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഗാന്ധി മാർക്സ് സമന്വയം ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞാനൊരു 10-15 കൊല്ലമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ദലിത് മേഖലയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ല. കാര്യം മാർക്സിനെ സൈദ്ധാന്തികനായി സ്വതന്ത്ര ഇൻഡിറ്റിയുള്ളൊരു ഫിലോസഫറായി ഇന്ത്യ കാണുന്നുണ്ട്, കേരളം കാണുന്നുണ്ട്. ഗാന്ധിയെ എങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ അംബേദ്കറിനെ അങ്ങനെ കാണുന്നില്ല. ഈ അംബേദ്കറിൻ്റെ ഫിലോസഫി വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നായിട്ട് നമ്മുടെ അക്കാഡമിക്കും തോന്നില്ല, പൊതുസമൂഹത്തിനും തോന്നില്ല. കാര്യം അത് തോന്നാത്തതുകൊണ്ടാണ് നമ്മളിതിനെ എങ്ങനെ സമന്വയിപ്പിക്കാൻ കഴിയുന്നുള്ളൊരു ചർച്ച വളരെ വ്യാജ്യമല്ല, മറിച്ച് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചർച്ച നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മളിപ്പം ഈ പറഞ്ഞതുപോലെ പാന്തർ മൂവ്മെൻറ്റുകൾ ഇന്ത്യക്കകത്ത് ശക്തിപ്പെട്ടു വരികയും ഈ ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് മൺമറഞ്ഞു പോയ അംബേദ്കർ ആശയം ഇന്ത്യയിലെ ആർജിതരായിട്ടുള്ള ദലിതരും അംബേദ്കറൈറ്റുകളൊക്കെ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് ഈ മാർക്സും ഗാന്ധി സമന്വയമൊക്കെ സാധ്യമാണെന്നുള്ളൊരു ചർച്ച തന്നെ രൂപപ്പെട്ടു വരുന്നത്. ഇന്ത്യൻ ക്യാമ്പസുകൾ 2014 ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മുസ്ലിങ്ങൾക്കെതിരെയും ദലിതർക്കെതിരെയുള്ള അട്രോസിറ്റി നടക്കുന്ന ഘട്ടത്തിൽ
വലിയ രീതിയിൽ അംബേദ്കർ ആശയം ഉയർന്നു വന്നു. അപ്പം ജയ് ഭീം വിളിച്ചു തുടങ്ങി ക്യാമ്പസിൽ. ജയ് ഭീം വിളിച്ചപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു മുദ്രാവാക്യം കൂടി കടന്നു വന്നു, നീൽ സലാം ലാൽ സലാം എന്ന് പറയുന്നത്. ഈ നീൽ സലാം എന്ന് വിളിക്കുന്നത് സ്വതന്ത്രമായി നിൽക്കാൻ ശേഷിയില്ല എന്നുള്ളൊരു ധാരണപ്പുറത്തോടു കൂടിയാണ് അതിൻ്റെ കൂടി ഈ ലാൽ സലാം കൂടി കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ ശേഷിയുള്ള ഒരു സൈദ്ധാന്തിക അടിത്തറ അംബേദ്കർ ആശയങ്ങൾക്കുള്ളൂ. ഞാൻ പറയുന്നത് ഇത് ഈ ഗാന്ധിയുടെ പ്രശ്നമല്ല. നമ്മൾ ഈ ഗാന്ധി അംബേദ്കറിനെ ഒരു ദ്വന്ദ്വത്വത്തിനകത്ത്, ശത്രുതയ്ക്ക് അകത്ത് നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത് കാര്യമില്ല. ഇപ്പോൾ ഈ അരിന്ദോ റോയിയുടെ ബുക്കുണ്ട്, അതിൻ്റെ അകത്ത് അവരുടെ ആ അരിന്ദോ റോയ് എഴുതിയ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ ആമുഖമുണ്ട്. ആ ബുക്കിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ആമുഖം, ഡോക്ടർ ആൻഡ് സൈൻഡ് എന്ന് പറയും. അതിന് ഗാന്ധി അംബേദ്കറിനെ ഒരു ദ്വന്ദ്വത്വത്തിലാണ് ഇവർ സമീപിക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് നമുക്ക് ഈ 2 എക്സ്ട്രീം, ബാബുരാജേട്ടൻ പറഞ്ഞ പോലെ 2 എക്സ്ട്രീം പോയിന്റ് നിൽക്കുന്ന ആശയധാരയാണ് യഥാർത്ഥത്തിൽ ഈ ഗാന്ധി അംബേദ്കർ എന്ന് പറയുന്നത്. ഏതാണ്ട് വെള്ളവും ഈ എണ്ണയെന്ന് പറയുന്ന പോലെ ഒരു കാലത്തും സമന്വയിപ്പിക്കാൻ കഴിയാത്ത, കൂടിച്ചേരാൻ കഴിയാത്ത 2 ആശയധാരയാണ് ഈ ഗാന്ധി അംബേദ്കർ ധാര എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ 1-2 പോയിന്റുകൾ മാത്രമാണ് ഈ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ഇന്ത്യക്കകത്ത് നമ്മളിപ്പം വളരെ സൈദ്ധാന്തികമായി തന്നെ രഘുമാഷും ബാബുരാജേട്ടനും സഹിച്ചു. നമ്മൾ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഏറ്റവും വലിയ രാഷ്ട്രീയ ക്രൈസിസിലൂടെയും ജനാധിപത്യത്തെ ക്രൈസിസിലൂടെയും ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുകയും മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുകയും അപരവൽക്കരിക്കുകയും കൊല്ലുന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കകത്ത്, പ്രത്യേകിച്ച് സവിശേഷമായി പറഞ്ഞ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനകത്ത് അംബേദ്കർ ആശയം വളരെ സ്വാഭാവികമായി കടന്നു വന്നത്? അംബേദ്കറിനാരും സ്റ്റേറ്റ് സ്പോൺസേഡ്, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ കാണുന്ന, കേരളത്തിൽ കാണുന്ന മാർക്സിസത്തിനാണെങ്കിലും ഇടതുപക്ഷത്തിനാണെങ്കിലും ഗാന്ധിസത്തിനാണെങ്കിലും സ്റ്റേറ്റ് വലിയ ഫണ്ട് കൊടുത്തിട്ട് അതിനെ നിലനിർത്തുന്നത്. സ്റ്റേഡിയമായിട്ടും കോളേജുകളിലെ ചെയറായിട്ടും പല പ്രോഗ്രാമുകളുമായിട്ട്. അംബേദ്കറിനെ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എന്നിട്ടും സ്റ്റേറ്റ് ഒരു ഫണ്ടഡ് അല്ലാത്തൊരു ആശയധാരയായിട്ട് അംബേദ്കർ നിൽക്കുമ്പോൾ പോലും ഇന്ത്യ ഒരു ക്രൈസിസിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഗാന്ധിസം കടന്നു വരാത്തത്? ഇന്ത്യയിലെ ക്യാമ്പസുകൾ, ഇന്ത്യയിലെ അക്രമം നേരിടുന്ന മുസ്ലിങ്ങൾ, ദലിതർ, പിന്നോക്കക്കാർ, മതന്യൂനപക്ഷങ്ങൾ, ദേശീയ ന്യൂനപക്ഷങ്ങൾ, ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഗാന്ധിസമാണോ? ആണോ? മാർക്സിസമാണോ? അംബേദ്കർ എന്ന് പറയുന്നൊരു ആശയമാണ് വളരെ സ്വാഭാവികമായി, നമ്മൾ വളരെ തീയുണ്ടാവുമ്പോൾ അതിനെ അണയ്ക്കാൻ വെള്ളം എടുക്കുന്നത് പോലെ വളരെ സ്വാഭാവിക പ്രക്രിയയായി ഹിന്ദുത്വവും ഹിന്ദു രാഷ്ട്രവും നിർമ്മിതിയും ഈ ജനാധിപത്യ വെല്ലുവിളികളും ജനാധിപത്യ പ്രതിസന്ധിയും വരുമ്പോൾ അംബേദ്കർ ആശയം ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ പരിഹരിക്കാനായിട്ടുള്ളൊരു റെമഡിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അംബേദ്കർ ആശയം നമുക്ക് ഇന്ത്യക്കകത്തേക്ക് ഉയർന്നു വരുന്നത്. ഗാന്ധിസം അല്ല. ഇത് ഗാന്ധിസം ഉയർന്നു വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരിടുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതി, ഇതുകൊണ്ട് ഗാന്ധിയൻ ഐഡിയോളജി വെച്ച് എങ്ങനെ നമ്മൾ പരിഹരിക്കുക? എന്താ അതിൻ്റെ മാർഗം? ഗാന്ധിയൻ നമുക്ക് സത്യാഗ്രഹം നടത്താൻ പറ്റുമോ? ഗാന്ധി ഇപ്പോൾ സത്യാഗ്രഹം നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം പട്ടിണിയിൽ ചത്തുപോയുള്ളൂ. കാര്യം പൗരൻ്റെ അവകാശങ്ങളെ മാനിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സത്യം, നീതി, കരുണ ഒക്കെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും വ്യക്തിയുടെ ഈ കാസ്റ്റ് ഉൾപ്പെടെയുള്ളത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ മനസ്സിലാക്കുന്നതൊക്കെ അദ്ദേഹം വ്യക്തിയിലൂടെയാണ്, വ്യക്തിയുടെ ലിബറേഷനിലൂടെയാണ് അദ്ദേഹം എപ്പോഴും ഈ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജാതിയെ ഇപ്പം അംബേദ്കർ കണ്ട പോലെ ഒരു സാമൂഹ്യ അധികാര വ്യവസ്ഥയായോ ഒരു അധികാരബന്ധമായോ ഒരു സാമൂഹ്യ ക്രമമായിട്ടോ അല്ല അദ്ദേഹം ജാതിയെ മനസ്സിലാക്കുന്നത്. മറിച്ച് അദ്ദേഹം ഒരു സാമൂഹ്യ തിന്മയായിട്ടാണ്, പാപമായിട്ട് അദ്ദേഹം കാണുന്നത്. ഒരു വ്യക്തി, നമുക്ക് ഈ പാപമായിട്ട് ഒന്നിനെ കണ്ടു കഴിഞ്ഞുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അദ്ദേഹം വ്യക്തിക്ക് പരിഹരിക്കാൻ പറ്റുന്ന കേവല പ്രശ്നമായിട്ടാണ് ഈ പറയുന്ന അയിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അദ്ദേഹം സമീപിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ വ്യക്തിക്ക് ലിബറേഷൻ സാധ്യമാണ്, സമുദായത്തിന് അത് സാധ്യമല്ല.
ഇപ്പോൾ സന്തോഷ് കുമാർ, ഞാൻ ഉദാഹരണം പറഞ്ഞ സന്തോഷിന് പഠിച്ച് ഞാനൊരു ദളിത് കമ്മ്യൂണിറ്റി ജനിച്ച് വളരുകയും പഠിക്കുകയും ഞാൻ നല്ല ഉദ്യോഗം നേടുകയും എനിക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നഗരത്തിലേക്ക് വരാം, എനിക്ക് അവിടെ വസ്തു മേടിക്കാം, വീട് വെക്കാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഒരു നായരോ നമ്പൂതിരി പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയണത് ഒരു നായർ നമ്പൂതിരി പെണ്ണിനെ കല്യാണം കഴിക്കുന്നതാണ് ഈ അനിലേഷൻ ഓഫ് കാസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് വേണേൽ ചെയ്യാം, എനിക്ക് വിമോചിക്കപ്പെടാം, എനിക്ക് സൊസൈറ്റിയിൽ നിന്ന് വേണമെങ്കിൽ വിമോചിക്കപ്പെട്ട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാം. പക്ഷേ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ എൻ്റെ കുടുംബമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. വ്യക്തിക്ക് വിമോചിക്കപ്പെടാൻ പറ്റും, മറിച്ച് ഈ സമുദായത്തിന് വിമോചിപ്പിക്കപ്പെടാൻ കഴിയില്ല. ഈ ഗാന്ധിയൻ ഐഡിയോളജിയുടെ ഏറ്റവും അതുകൊണ്ടാണ് ഈ ഗാന്ധിയൻ ഐഡിയോളജിയുടെ ഇപ്പോൾ സിമ്പിൾ സിറ്റി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പറയുന്നത് എന്താ പറയുക, വളരെ സിമ്പിളായി ജീവിക്കുക എന്ന് പറയും. ആർക്ക് സിമ്പിളാകാൻ പറ്റുന്നേ? അത്യാവശ്യം നല്ല ഭൂപ്രഭമായിട്ടുള്ള സമ്പന്നനായ 3 നേരം തിന്നാനുള്ള ഒരാൾക്കല്ലേ ലളിത ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. ഒരു ആദിവാസി എങ്ങനെയാണ് ലളിതനാകുക? ഒരു ആദിവാസിക്ക് എങ്ങനെയാണ് ലളിത ജീവിതം നയിക്കാൻ പറ്റുന്നത്? ഒരിക്കലും സാധ്യമാവില്ല. രണ്ടാമത്, എൻ്റെ ഒരു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ്, അംബേദ്കർ എപ്പോഴും വ്യക്തിയുടെ നീതിയെ കാണുന്ന, സ്റ്റേറ്റ് കൊടുക്കേണ്ടുന്ന ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പനമല്ല, മറിച്ച് നിലനിൽക്കുന്ന ഒരു അധികാര വ്യവസ്ഥയ്ക്കകത്ത് സ്വാഭാവികമായൊരു നീതി ഇന്ത്യയിലെ പൗരന്മാർക്ക് കിട്ടാത്തത് കൊണ്ട് ആ നീതിയെ ഉറപ്പിക്കേണ്ടുന്ന ഒരു സംവിധാനമായിട്ടാണ് അദ്ദേഹം സ്റ്റേറ്റിനെ കാണുന്നത്, സ്റ്റേറ്റ് സോഷ്യലിസത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സ്ത്രീകൾ, ദലിതർ, ആദിവാസികൾ, മതന്യൂനപക്ഷങ്ങൾ, ഭാഷാന്യൂനപക്ഷങ്ങൾ ഇവർക്കൊക്കെ സ്വതന്ത്രമായ അവകാശങ്ങൾ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉറപ്പിച്ചെടുക്കുന്നത്. വ്യക്തിയുടെ അവകാശത്തെ, സമുദായത്തിൻ്റെ അവകാശങ്ങളെ സ്റ്റേറ്റിലൂടെ പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു സ്റ്റേറ്റ് സോഷ്യലിസത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗോപാൽ ഗുരു ഇവിടെ ഒരു സ്പീച്ച് നടത്തുമ്പോൾ ഞാനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ റെലവൻ്റായ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അവൻ ബൈ നേച്ചർ അവൻ പ്രശ്നക്കാരനാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് നിയമം നടത്തേണ്ടി വരുന്നതെന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഒരു സമത്വസുന്ദരമായൊരു ഇന്ത്യയെ, ഒരു ജനാധിപത്യ ഇന്ത്യയെ കെട്ടിപ്പടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, മറിച്ച് നിയമം വേണ്ടി വരും. അതുകൊണ്ടാണ് അംബേദ്കർ വളരെ ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നീതിയെക്കുറിച്ചിട്ടുള്ള, സമത്വത്തെക്കുറിച്ചുള്ള, സാഹോദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ ഒരു ക്ഷേമരാഷ്ട്രത്തെ സങ്കല്പനം ചെയ്യുന്നത്. ഗാന്ധി സ്റ്റേറ്റിനെ കാണുന്നത് ഒരു ഏറ്റവും ഒപ്രസീവായിട്ട്, ഗാന്ധി സ്റ്റേറ്റിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വയലൻ്റായ, ഏറ്റവും നിങ്ങൾ അകറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരു സംവിധാനമായിട്ടാണ് അദ്ദേഹം സ്റ്റേറ്റിനെ സമീപിക്കുന്നത്. ഇത് രണ്ടും വളരെ എക്സ്ട്രീം പോയിന്റിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ നമ്മുടെ രഘുമാഷ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദീകരണം വേണ്ടുന്ന കാര്യം കേട്ടോ, പക്ഷേ ഞാനത് ഈ സമയത്തിൻ്റെ 2 മിനിറ്റ് കൊണ്ട് നിർത്തണം എന്നുള്ളതുകൊണ്ട് ബുള്ളറ്റ് പോയിൻ്റായിട്ട് പറഞ്ഞു പോയി. രണ്ടാമത് ഈ നേരത്തെ പറഞ്ഞ പോലെ ആധുനികതയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, അപ്പോൾ ഭയങ്കര, നമ്മൾക്ക് ഇന്ന് നോക്കുന്ന സമയത്ത് ഇത്രയും പിന്തിരിപ്പനായിട്ടുള്ള ഒരു സമീപനം ഗാന്ധി എങ്ങനെ എടുത്തു എന്ന് നമുക്ക് തോന്നും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഈ യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു കാര്യം എന്ന് പറയുന്നത് ഗാന്ധിയുടെ എക്കണോമിയാണ്. ഗ്രാമസ്വരാജ്, വളരെ കാർഷിക സമൂഹമൊക്കെ നിൽക്കുന്ന, വളരെ ലളിത ജീവിതം നിൽക്കുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. ശരിക്കും ഈ ഗ്രാമം എന്ന് പറയുന്ന ആരാണ് അവിടെ ഈ അടിമപ്പണി ചെയ്യുന്നത്, ഈ ജാതിവേല ചെയ്യുന്നത് ആരാണ്? ഏറ്റവും കീഴ്ത്തട്ടിലെ മനുഷ്യരാണ്. ഇവരെ ഈ ജാതി തൊഴിലുകൾ നിലനിർത്തണമെന്നാണ് അദ്ദേഹം ഈ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല, ഈ യന്ത്രവൽക്കരണത്തെ അദ്ദേഹം ഒരു പാപമായിട്ട് കാണുകയും യന്ത്രവൽക്കരണം പാടില്ല എന്ന് പറയുകയും, ഈ പറയുന്ന പോലെ യന്ത്രവൽക്കരണത്തിലൂടെയുള്ള പരിഷ്കരണത്തെ അദ്ദേഹം വളരെ തിന്മയായിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് അംബേദ്കർ, ഇപ്പോൾ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യക്ക് അംബേദ്കർ പറയുന്നുണ്ട് ദലിതരോട്, നമ്മൾ യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കണം. എന്തിനാണെന്നറിയാമോ? യന്ത്രവൽക്കരണം വന്നാലേ നമ്മുടെ തൊഴിൽ സമയം കുറയുള്ളൂ, എങ്കിലേ നമുക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടിയിരുന്നാലേ, നിങ്ങൾ 10-14 മണിക്കൂർ പണിയെടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? നിങ്ങൾക്ക് ചിന്തിക്കാനോ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് ആലോചിക്കാനോ സമയം കിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനോ സാഹിത്യം സൃഷ്ടിക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഒരു വലിയൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം വെക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഇത് വളരെ എക്സ്ട്രീം പോയിന്റിൽ നിൽക്കുന്ന രണ്ട് ആശയധാരയാണ്. സ്ത്രീകളുമായിട്ട് ജെൻഡറോ, ഞൊറ്റക്കാരിയോടെ പറഞ്ഞ് നിർത്തുകയാണ്, എൻ്റെ 15 ഒരു മിനിറ്റൂടെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ജെൻഡറോ, ഞാൻ പറയും, ഇന്ന് ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് ഏറ്റവും രൂപപ്പെട്ടു വരുന്ന പുതിയൊരു രാഷ്ട്രീയമാണ് ജെൻഡർ പൊളിറ്റിക്സ്. അത് ഈ പറഞ്ഞ പോലെ ഈ സോക്കോൾഡ് ലിബറൽ ഫെമിനിസത്തിൽ നിന്ന് മാറി മുസ്ലിം ഫെമിനിസവുമായിട്ടും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയം മുസ്ലിം ഫെമിനിസവുമായിട്ടൊക്കെ അങ്ങനെ കൈവഴിഞ്ഞ് വളർന്നു വരുന്നുണ്ട്. ഈ ലിംഗരാഷ്ട്രീയത്തോടുള്ള ഗാന്ധിയുടെ സമീപനം എന്തായിരുന്നു? അംബേദ്കർ ഒരു സൊസൈറ്റിയെ വിലയിരുത്തേണ്ടത് സ്ത്രീകളുടെ ഒരു പുരോഗമനം വെച്ചാണ് ഒരു സമൂഹത്തെ വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി തൻ്റെ ആത്മനിഷ്ഠയുടെ, തൻ്റെ സ്വന്തം തൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിമോചനത്തിൻ്റെ മാർഗമായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആബയും മനുവിനെയും അപ്പുറം ഇപ്പുറവും നഗ്നരായിട്ട് കിടത്തിയിട്ട് ഇദ്ദേഹം ഇവരുടെ നടുക്ക് കിടക്കുക നഗ്നനായി. എന്തിന്? ഇയാൾക്ക് ലൈംഗികോത്തേജനം ഉണ്ടാകണമെന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഈ സാറാ ജോസഫ് പുള്ളി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവർ രണ്ടും ആബയും മനു അപ്പുറം ഇപ്പുറം കിടന്നിട്ട് എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. സാറാ ജോസഫ് ഇതിനെ തിരിച്ചു ചോദിച്ചു, ആബയോടും മനുവോടും നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു, അവർക്ക് എന്താ തോന്നിയെന്നുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞ് ഇന്ന് ആ ഗാന്ധി അങ്ങനെ കിടന്നാൽ പുള്ളി ജയിലിൽ കിടക്കും. 90 ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്ക് റിമാൻഡ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ലിംഗരാഷ്ട്രീയമായിക്കോട്ടെ, ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, സാമൂഹ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളായിട്ടുള്ള ജാതിയെക്കുറിച്ചിട്ടുള്ള സമീപനമായിക്കോട്ടെ, വളരെ പിന്തിരിപ്പൻ, നമ്മളൊരു ആധുനിക സമൂഹം പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഗാന്ധി. അത് ഗാന്ധിയുടെ കുഴപ്പമല്ല. ഈ ഗെയിലോമത്ത് പറയുന്ന പോലെ ടുവേർഡ്സ് ആൻ എൻലൈറ്റൻഡ് ഇന്ത്യ എന്ന് പറയുന്ന വേറെ ബുക്കിനകത്ത് പറയുന്ന പോലെ 2 കാറ്റഗറിയാണ് യഥാർത്ഥത്തിൽ അംബേദ്കറും ഗാന്ധിയും പ്രതിദാനം ചെയ്യുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ത്യയിൽ 80% വരുന്ന കീഴ്ത്തട്ട് സമൂഹങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അജ്ഞനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അജ്ഞത കൊണ്ട് തന്നെ ഇന്ത്യക്കകത്തൊരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു ആശയ ലോകത്തെ ഒരു ഒരു നേഷൻ സ്റ്റേറ്റിനെ ഗാന്ധിസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇന്ത്യ ഇന്ന് ഇത്രയധികം വൈവിധ്യങ്ങൾ, 100 കണക്കിന് ഭാഷാദേശികളും പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും നിന്നിട്ടും അതൊരു നേഷൻ സ്റ്റേറ്റായിട്ട് നിൽക്കുന്നത്, വീടിച്ചു പോകാൻ നിൽക്കുന്നത് അംബേദ്കറിൻ്റെ ഈ ആശയലോകം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അംബേദ്കറുടെ ആശയലോകത്തെയോ ഗാന്ധിയുടെ ആശയലോകത്തെയോ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. എന്നാലും അതിലേക്കുള്ള ചില ഓപ്പണിങ്സ് ഉണ്ടാക്കാൻ ഈ സെഷനെ പറ്റി ചർച്ചയ്ക്കുള്ളൊരു സമയം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിന് സദസ്യരോട് ക്ഷമ ചോദിക്കുന്നു. ചർച്ച 3 പേരും കുറച്ച് നേരം ഇവിടെ ഉണ്ടാകും. ഇതിൽ സംശയങ്ങളോ ദൂരീകരണങ്ങളോ ആവശ്യമുള്ള ആളുകൾക്ക് പുറത്തു നിന്ന് സംവദിക്കാനുള്ള അവസരങ്ങളുണ്ടാകാം. ഏതായാലും ഇത് ഭയങ്കര ഗംഭീരമായ ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒരു വിമർശം, അത് ഗാന്ധി വിമർശം മാത്രമല്ല, ഒരു നാഷൻ സ്റ്റേറ്റിൻ്റെ വിമർശനമോ ഹിന്ദു മെജോറിറ്റേറിയൻ്റെ വിമർശനമൊക്കെ ആയിട്ട് വളരാൻ സാധ്യതയുള്ള ഒരു വലിയ വിധ്വംസക മൂല്യമുള്ള അംബേദ്കർ ചിന്തകളിലേക്കുള്ള ഒരു തുറവിയായിട്ട് എല്ലാ ആളുകൾക്കും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക്സ്.